കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് പ്രാർത്ഥിക്കാൻ മറന്നാലും മൊബൈൽ എടുക്കാൻ മറക്കാത്ത ഒരു കാലം. പതിവ് പോലെ പ്രഭാതം പൊട്ടിവിടർന്നു. അലാരം കേട്ടാണ് ഉണർന്നത്. ബൈബിൾ വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും മുൻപ് തപ്പിയത് മൊബൈൽ ഫോൺ. വേഗത്തിൽ അതിലെ നെറ്റ് ഓൺ ചെയ്തു. വാട്സാപ്പ് പരതി തുടങ്ങി. ഓരോ ഗ്രൂപ്പിലും പല മെസ്സേജുകൾ, വീഡിയോകൾ, തമാശകൾ. ഓരോന്നായി വായിച്ചു കേട്ടും സമയം പോയത് അറിഞ്ഞില്ല. വേഗത്തിൽ റെഡിയായി ഓഫീസിൽ പോകുവാൻ ഇറങ്ങി. മൊബൈൽ ഭദ്രമായി കീശയിലിട്ട് നടന്നു. പ്രാർത്ഥിക്കാൻ മറന്നാലും മൊബൈൽ എടുക്കാൻ മറക്കാത്ത ഒരു കാലം. അങ്ങനെ സമയം കുറേ മുന്നോട്ട് പോയി. പല ഗ്രൂപ്പുകളിലും മെസ്സേജുകൾ വരുന്നു പോകുന്നു. ഒരു ഗ്രൂപ്പിൽ മാത്രം ആരുടെയും ഒരനക്കവുമില്ല. ആരോ ഇടയിൽ ചെറുതായിട്ട് മന്ത്രിച്ചിട്ട് പോകുന്നു. അങ്ങനെ ഒരു വിരുദ്ധൻ ഒരു മെസ്സേജ് അവിടെ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ: പുതുതായി വാട്സാപ്പിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് അഡ്മിൻ അറിയാതെ ആർക്കും പുറത്തു പോകുവാൻ സാധിക്കില്ല. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും മെസ്സേജ് അയച്ചു. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുവാൻ ഞാൻ പല ഗ്രൂപ്പിലും ഇത് ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല എന്ന് പറഞ്ഞു. ഈ മെസ്സേജ് കണ്ട 2 വിരുദ്ധന്മാർ ഉടനെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. ഉടൻ തന്നെ അഡ്മിൻ അവരെ തിരികെ ഗ്രൂപ്പിൽ പിന്നെയും ആഡ് ചെയ്തു. അങ്ങനെ തമാശകളുമായി അവർ മുന്നോട്ട് നീങ്ങി. പ്രിയരെ, ഇതുപോലെയാണ് സാത്താൻ നമ്മളെ പലരെയും കുഴിയിൽ ചാടിക്കുന്നത്. എന്നാൽ ഗ്രൂപ്പിൽ നമുക്ക് മടങ്ങി വരാം. സാത്താൻ്റെ കുഴിയിൽ വീണാൽ നമുക്ക് മടങ്ങിവരവ് എളുപ്പമല്ല. സാത്താൻ്റെ തന്ത്രങ്ങളിൽ വീഴാതെ ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി ജീവിച്ച് അവൻ്റെ വരവെങ്കിൽ നമുക്ക് കാണപ്പെടാം. ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.